ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മുട്ട ബിരിയാണിയാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇതിന്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിലും ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് 2.5 കപ്പ് ബസ്മതി റൈസ് എടുക്കാം. ഇതുപോലൊരു വലിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് നിറച്ച് ഞാൻ അരി അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊരു 4 പ്രാവശ്യം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അരി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു അലൂമിനിയം ചരുവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റവ് കത്തിച്ച് ചരുവം വെച്ച് കൊടുത്തു. ഇതിലോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലകളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് 3 തക്കോലം, 4 ഏലക്ക, 7 ഗ്രാമ്പൂ, പിന്നെ ഒരു 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരു ജാതിപത്രി, പിന്നെ ബിരിയാണിയിലോട്ട് ചേർക്കുന്ന ഇലയുണ്ടല്ലോ, അതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് 3 മീഡിയം സൈസിലുള്ള സവാളയാണ്. ഇതുപോലെ നീളത്തിൽ കനം കുറച്ചൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇങ്ങനെ ചേർക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഉള്ളിയെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനയിലയും കൂടാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന തക്കാളിക്കാണ്. 3 മീഡിയം സൈസിലുള്ള തക്കാളിക്ക നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലോട്ട് 4 പച്ചമുളക് അത് നെടുകയൊന്ന് പിളർന്നെടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മാക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് വേവിക്കാൻ. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും ചെയ്യണേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഈ തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല. ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈര് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 3 സ്പൂൺ തൈരാണ് ചേർക്കുന്നത് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ തൈര് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ ആ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത് നോക്കിക്കേ, ഇതിൻ്റെ മുകളിൽ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 8 മുട്ടയാണ് കേട്ടോ. മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്ത് ഇതൊരു 6-7 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ മസാലയൊക്കെ ഉണ്ടല്ലോ മുട്ടയിലോട്ട് പിടിക്കും. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ മസാലയൊക്കെ നല്ലതായിട്ട് മുട്ടയിൽ പിടിച്ചിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ മുട്ടയുണ്ടല്ലോ അതെടുത്ത് മാറ്റണം. മുട്ടയെല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം.
മുട്ടയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി അളന്നെടുത്ത അതേ പാത്രത്തിൽ തന്നെ വേണം വെള്ളവും അളന്നെടുക്കാൻ. നമ്മൾ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിലോട്ട് ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും പിന്നെ 1.5 ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർത്തിരുന്നു. അതിൻ്റെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, ക്യാമറ ഓഫായിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഞാനിപ്പം 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. നേരത്തെ നമ്മൾ സവാളയിലോട്ട് 1/2 ടീസ്പൂൺ ചേർത്തിരുന്നു. ടോട്ടൽ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞെടുത്താണ് കേട്ടോ. ഞാനിപ്പോൾ ആ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ നോക്കി, ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചു. ഇനി നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഇത്രയും നേരം നമ്മൾ അരി കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ, അതിലുള്ള ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചേർക്കാം. അരി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അരി ഒരു 3/4 വേഗമാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം ഇതൊന്ന് തുറക്കാം. ഇപ്പം നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തത്. അത് നോക്കിക്കുക, ഇപ്പം ഈ അരി ഉണ്ടല്ലോ 3/4 ഭാഗത്തോളം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഇപ്പോൾ സിമ്മിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഈ സിമ്മിലിട്ട് കൊടുത്ത് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതങ്ങ് അടിക്ക് പിടിക്കും കേട്ടോ. ഈ മുട്ടയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മിൽ തന്നെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ചോറൊട്ടും തന്നെ കുഴയാതെ ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞിട്ടില്ല. അത് നോക്കിക്കേ, നമുക്ക് ഈ ചോറ് കാണുമ്പോൾ തന്നെ അറിയാം. അത് നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ രുചിയിലുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.